ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, അവിടെ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകളാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഒമിറ്റ് ചെയ്യാൻ തോന്നുന്നു, വയറിനൊരു ബുദ്ധിമുട്ട്, ആകെ ഒരു ഇറിറ്റേഷനായിട്ട് മഹാലക്ഷ്മി താഴെ പോയി ഒമിറ്റൊക്കെ ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ മഹാലക്ഷ്മി ഒമിറ്റ് ചെയ്യണ കണ്ടിട്ട് ഉണ്ണിയും ദുർഗയും വളരെ സന്തോഷം കൊണ്ട് അങ്ങോട്ട് ആർമാദിക്കുകയാണ്. കാര്യം കരുണയും മുത്തശ്ശിയും കൊടുത്ത ആ ഒരു പോയിസൺ ഉള്ളിൽ ചെന്നിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. പക്ഷേ കണ്ണൻ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അപ്പോൾ ഉള്ള വിവരങ്ങൾ വിളിച്ച് നമ്മുടെ കരുണയെ ഉണ്ണി വിളിച്ച് അറിയിക്കുന്നുണ്ട്. എടി, അവിടെ നിന്ന് വിഷം കഴിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ മഹാലക്ഷ്മിക്ക് അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും തുടങ്ങിയിട്ടുണ്ട്. മഹാലക്ഷ്മി ഛർദിലാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് അങ്ങോട്ട് ഒട്ടും വല്ല. എന്ന് വെച്ചാൽ അവർ ആ എടുത്ത ഒരു രീതി അവർക്ക് വിജയിച്ചു എന്നുള്ളൊരു ഭാവത്തിലാണ് അവരെല്ലാവരും സന്തോഷിച്ചിരിക്കുന്നത്. അപ്പം ദുർഗ ഇതെല്ലാം മഹാലക്ഷ്മി ഛർദ്ദിക്കുകയും ടയേർഡായിട്ട് അങ്ങ് ഇതാവണയൊക്കെ നമ്മുടെ ദുർഗ കണ്ട് ആനന്ദിക്കണം. പക്ഷേ ഇവരുടെ ഈ നോക്കി നിൽക്കുന്നതൊന്നും മഹാലക്ഷ്മി അറിയുന്നില്ലല്ലോ. അങ്ങനെ മഹാലക്ഷ്മി പതി എങ്ങനെയെങ്കിലുമൊക്കെ റൂമിലോട്ട് വന്നിട്ട് കണ്ണൻ്റെ അടുത്ത് പറയും, കണ്ണേട്ടാ എന്താണെന്നറിയില്ല, എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കിവിടെ ഹോസ്പിറ്റലിൽ പോവാം, ഞാൻ നമ്മുടെ മാർക്കോനെ അനന്തുവിനെ വിളിക്കാൻ നേരത്താൻ അവരോടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം വേണ്ട കണ്ണേട്ടാ, ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടന്ന് നോക്കട്ടെ, അപ്പോൾ ചിലപ്പോൾ അന്നേരം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ താൻ അവിടെ നിന്ന് ഇന്നലെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതിൻ്റെ ആണോ, ഇനി തൻ്റെ രണ്ടാനച്ഛനോ അല്ലെങ്കിൽ അനിയത്തിയോ ആ മുത്തശ്ശിയൊക്കെ എന്തെങ്കിലും അതെങ്ങനെ കണ്ണേട്ടാ, അവരും നമ്മളുമെല്ലാം ഒരേ ഇതിൽ നിന്ന് തന്നെയാണ് ഫുഡ് എടുത്ത് കഴിച്ചത്, അതുകൊണ്ട് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല എന്ന് മഹാലക്ഷ്മി പറയാണ്. എന്തായാലും താൻ എന്നാൽ കുറച്ച് നേരം ഒന്ന് കിടന്നു നോക്കുക. പിന്നെ ചിലപ്പോഴും കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ സ്വാമി നമ്മുടെ പായസത്തിൽ ഇച്ചിരി ഭസ്മം ഇട്ടിട്ടല്ലേ തന്നത്, ഇങ്ങനെ കുട്ടികളില്ലാത്തവർ പെൺകുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ഭസ്മയിട്ട് ആ ഭസ്മയിട്ട് കഴിച്ചാൽ ആ ഒരു മാറ്റം വരും, ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻ ആണെങ്കിലോ, എന്തായാലും ഞാൻ ഒരു ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണയിരുന്ന കട്ടിൽ തന്നെ മഹാലക്ഷ്മി കുറച്ച് നേരം കിടക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി വിശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കരുണ ഉണ്ണിയെ വിളിച്ചിട്ട് പറയാണ്, എന്തായി ഉണ്ണിയേട്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ, എന്തായാലും ഛർദ്ദിച്ചിട്ടൊക്കെ മേളിൽ പോയി കിടപ്പുണ്ട്, എന്താണ് ഏതാണെന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല, എന്തായാലും ഉണ്ണിയേട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ എങ്ങാനും പോകണമെന്ന് അവൾ പലരും പറയുകയാണെങ്കിൽ ഉണ്ണിയേട്ട വലിയ മൈൻഡൊന്നും കെടുക്കണ്ട, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാനൊന്നും നിൽക്കുകയൊന്നും വേണ്ടെന്ന് കരുണ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ണീൻ്റെ അടുത്ത്. അപ്പോൾ ഉണ്ണി പറഞ്ഞു, അല്ലെങ്കിൽ അത് അത്രയേ ഉള്ളൂ, ആരാ ഉടനടി ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോണത്, എന്തായാലും 1-2 ദിവസത്തിന് ഇന്നോ നാളെ കൊണ്ട് തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അവർ വളരെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. എന്നിട്ട് കരുണയും ഉണ്ണിയും കൂടെ പറയുന്നുണ്ട്, ഇനി എല്ലാ സ്വത്തുക്കളും നമുക്ക് മാത്രമായിരിക്കും അല്ലേ ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും സ്വപ്നങ്ങൾ കണ്ടിരിക്കുകയാണ്. കാരണം കണ്ണനും മരിക്കും മഹാലക്ഷ്മിയും മരിക്കും എന്നുള്ള ഭാവവും സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കരുണ ഫോൺ വെച്ചിട്ട് നേരെ ചെന്ന് മുത്തശ്ശിയുടെ അടുത്തും പ്രതാപൻ്റെ അടുത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപനും സന്തോഷം കൊണ്ട് അങ്ങോട്ട് ഒട്ടും വയ്യ. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ വിചാരിച്ച കണക്ക് ഒരു പരിധിയോട് അടുത്തിട്ടുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ കരുണമോക്ക് സന്തോഷമായല്ലോ, ഇനി നിൻ്റെ മേലിലാണ് മഹാലക്ഷ്മി എന്നുള്ള ഒരു ഇത് വേണ്ട, ഇനി എല്ലാ സ്വത്തുക്കളും എൻ്റെ മോക്കാണെന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി കരുണേൻ്റെ സന്തോഷം കൊണ്ട് അങ്ങോട്ട് ഇതാക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മേഘനാഥനും വാമദേവനും കൂടെ ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ മേഘനാഥൻ നമ്മുടെ സാഗറിനെ കുടുക്കിലാക്കാണ്ട് എല്ലാ പണികളും ചെയ്തിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യുകയാണ്, ഇങ്ങനെ ഇന്നതുപോലെ തോമസ് ഡോക്ടറുടെ കാറിൽ ഇങ്ങനെ ഒരു മയക്കുമരുന്ന് സാഗർ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അതൊന്ന് പോയി നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ പോലെ കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ തോമസ് ഡോക്ടർ മരുന്നൊക്കെ മേടിച്ച് ഇവിടെ എത്തുന്ന സമയത്ത് ഒരു പോലീസ് ജീപ്പ് ഈ തോമസ് ഡോക്ടറുടെ കാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നത്, ഡോക്ടറെ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഈ കാറിൽ മയക്കുമരുന്നുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് അതാരോ തെറ്റായിട്ട് ഇൻഫർമേഷൻ തന്നതാണ്. അല്ല, എന്തായാലും സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല, എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ നോക്കിക്കോളൂ എന്ന് തോമസ് ഡോക്ടർ പറയാണ്. അപ്പോൾ സാഗറും ആകെ പകച്ച് നിൽക്കുകയാണ്, ഇനിയിപ്പോൾ ഏതാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പോലീസുകാർ വണ്ടി മൊത്തം അരിച്ച് പെറുക്കുമ്പം കാണാം ഒരു പൊതി കിട്ടണം, അതെടുത്ത് നോക്കുമ്പോൾ അതിൽ മയക്കുമരുന്നാണ്. അപ്പോൾ ഡോക്ടർ അതിശയിക്കുകയാണ്. അപ്പോൾ ശരിക്കും അതിലുണ്ടായിരുന്നു. അപ്പോൾ സാഗറും ഡോക്ടറെ മുഖത്ത് അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സാഗറിനെ പോലീസ് ഉടൻ തന്നെ പിടിച്ചിട്ട് ഇത് എവിടെ നടാന്ന് ചോദിച്ച് വരട്ടാണ്. അപ്പോൾ തോമസ് ഡോക്ടറും ചോദിക്കുന്നുണ്ട്, പോലീസും ഒക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സാഗർ
സാഗർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, ഇതാരും എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് സാഗർ കൈ തൊഴുതുകൊണ്ട് പറയുന്നുണ്ട് ഡോക്ടറെ അടുത്തും എസ്ഐയുടെ അടുത്തൊക്കെ. ആര് വകവയ്ക്കും? അവർ പറയുന്നത് സത്യം പറഞ്ഞു പറഞ്ഞാൽ നീ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ നമ്മുടെ സാഗർ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഡോക്ടർ എന്നെ അവിശ്വസിക്കരുത്, സത്യമായിട്ടും ഇതാരും എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഡോക്ടറെ, എനിക്കിതിലൊന്നും പങ്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഓ എനിക്ക് നിൻ്റെ കൂടെ ഇറങ്ങി വന്ന ആ പെൺകുട്ടിയുടെ ഗതികേടാണ്. അതായത് സാഗറിന് മയക്കുമരുന്ന് കച്ചവടം ഉണ്ട് എന്നുള്ളതാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തോമസ് ഡോക്ടർക്കും അത്ര വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സാഗറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ല ഇതല്ലല്ലോ, പണ്ട് ഈ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് നിരസിച്ച് കളയാനും പറ്റിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ അവർ പോലീസുകാർ വന്ന് സാഗറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സാഗർ ജീപ്പിൽ കയറി ഇരുന്നിട്ട് ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്, ഡോക്ടറെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അവസാനം ഡോക്ടർ പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്കോനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. അങ്ങനെ മാർക്കോ നോക്കുമ്പോൾ തോമസ് ഡോക്ടറുടെ നമ്പറാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഡോക്ടർ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയണം, ഇന്നതുപോലെ കാറിൽ പോലീസുകാർ വന്ന് കാറിൻ്റെ അകത്തുനിന്ന് ഡ്രഗ്സ് ഇങ്ങനെ പിടിച്ചെടുക്കുകയും സാഗർ എന്തോ അതിൻ്റെ കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് മാർക്കോ പറയുന്നുണ്ട്, ഒരിക്കലും സാഗർ എന്തായാലും ആ ഒരു രീതിയിൽ ചെയ്യാൻ സാധ്യതയില്ല, അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തോമസ് ഡോക്ടറും പറയുന്നുണ്ട്, നീ ഒന്ന് തിരക്കി നോക്ക് എന്താണ് സംഭവം എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫോൺ വെക്കുകയാണ്. അങ്ങനെ മാർക്കോ പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്കോയുടെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചറിയിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലൊന്ന് പോവാം, എന്താ സംഭവം എന്നുള്ളത് സാഗറിൻ്റെ അടുത്ത് ചോദിക്കാമെന്നും പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മേഘനാഥനും വാമദേവനും കൂടെ സംസാരിക്കുകയാണ്. മേഘനാഥൻ വലിയ സന്തോഷത്തോടെ വാമദേവൻ്റെ അടുത്ത് പറയണം. അപ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്താടാ മോനെ നിനക്ക് ഇത്ര സന്തോഷം? അപ്പോൾ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച കണക്കൊക്കെ കരയ്ക്ക് അടുക്കുന്നുണ്ട് അച്ഛാ എന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യമാടാ? അതായത് സാഗറിൻ്റെ കേസ് നമ്മൾ വിചാരിച്ച കണക്ക് പണി കൊടുക്കാൻ പറ്റിയ അച്ഛാ, ഇന്നതുപോലെ ഞാൻ തോമസ് ഡോക്ടറുടെ കാറിനകത്ത് മയക്കുമരുന്ന് വയ്ക്കുകയും പോലീസിൽ ഇൻഫോം ചെയ്ത് അവനെ പിടിച്ച് അവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ണിയെ വിളിച്ചപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കരുണയും മുത്തശ്ശിയും കൂടെ മോഹിനിയുടെ പിറന്നാളിന് അവർ മഹാലക്ഷ്മിയും കണ്ണനും വന്നപ്പോൾ പായസത്തിൽ വിഷം കലർത്തി കൊടുത്തല്ലോ, അത് മഹാലക്ഷ്മിക്ക് ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. മഹാലക്ഷ്മി അവിടെ ഛർദ്ദിക്കുകയും വയറുവേദനയൊക്കെ എടുത്ത് ആകെ ഒരു അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. ഇത് കേട്ടപ്പോൾ നമ്മുടെ വാമദേവൻ പറഞ്ഞു, അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുമല്ലോ അല്ലേടാ, ഇപ്പം ഇത്രത്തോളം വെച്ചിട്ട് നടക്കുമെന്ന് വെച്ചാൽ തോന്നുന്നത് എന്ന് മേഘനാഥൻ പറഞ്ഞു. ഇനിയിപ്പോൾ സാഗറിൻ്റെ കാര്യം ഒതുങ്ങി, ഇനിയിപ്പോൾ എല്ലാ സ്വത്തുക്കളും എനിക്ക് തന്നെ ആയിരിക്കും, നീ ഒരുപാട് പകൽ സ്വപ്നമൊന്നും കാണണ്ട, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും പോലെ വന്നാലേ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് വാമദേവൻ മേഘനാഥൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അച്ഛാ ഇപ്പോൾ ഈ കേസിൽ ഇനിയിപ്പോൾ അഥവാ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കേസ് എടുത്താൽ തന്നെയും അതിൽ കരുണേനെയും മുത്തശ്ശീനെയും പ്രതാപനെയും മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അവരായിരിക്കും വിഷം കൊടുത്തു എന്നുള്ളത് പോലീസ് എങ്ങനെയായാലും തെളിയിക്കും. പിന്നെ അവിടെ ആരാ ഉള്ളത്? ഞാനേ ഉള്ളൂ. പിന്നെ മഞ്ജുവിന് ആരും രക്ഷയ്ക്കില്ല. കണ്ണനും മഹാലക്ഷ്മി പോയാൽ പിന്നെ മഞ്ജു സാഗറും ഇല്ല. പിന്നെ ആരാ അവളെ നോക്കാനുള്ളത്? എടാ അവളിപ്പോൾ നിൻ്റെ അടുത്ത് വന്നിരുന്നാലും ഇനിയിപ്പോൾ ഒരുത്തൻ്റെ കൂടെ കഴിഞ്ഞ് അവൾ വല്ല കുഞ്ഞ് പ്രഗ്നൻറ്റോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഇനി നീ ആ കുഞ്ഞിനെയും കൂടെ ചുമക്കേണ്ടി വരില്ലേ? ആര് ചുമക്കണോ? അഥവാ അവൾ ഗർഭിണിയാണെങ്കിൽ തന്നെ ആ കുഞ്ഞിനെയും കൂടെ കൊല്ലേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ മേഘനാഥൻ പല കണക്ക് കൂട്ടലും കൂട്ടി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ട് വളരെ സന്തോഷം കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരുണയും മുത്തശ്ശിയും അതുപോലെ പ്രതാപനും ഒക്കെ. പക്ഷേ ഉള്ളിൽ വിഷം ചെന്ന കരുണയുടെ അവസ്ഥ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. ഏതെല്ലാം രീതിയിൽ ആ കുഞ്ഞിനെന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഉണ്ണിയും ദുർഗയും കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ കാത്തിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മരണത്തിനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മേഘനാഥനും പ്രതാപനും സാഗറിനെ കുടുക്കി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും എന്താണ് മാറ്റം വന്നതെന്നും കരുണയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ആപത്ത് സംഭവിക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ പ്രൊമോ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ എന്ന ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു.